ഒന്ന് കൈയടിക്കണം ഈ പോരാളിക്ക് മുന്നിൽ. ആരായിരുന്നു ആ പോരാളി? സാക്ഷാൽ വിരാട് കോഹ്ലി തന്നെ. ഇന്ന് ന്യൂസിലൻഡിനെതിരായുള്ള മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ ഡാരൽ മിച്ചലും ഗ്ലെൻ ഫിലിപ്സും കൂടി ചേർന്ന് 300+ എന്ന ഒരു വലിയ സംഖ്യയിലേക്ക് അവരുടെ ടീമിനെ നയിച്ചപ്പോൾ ഇന്ത്യക്ക് വേണ്ടി പടവരുത്താൻ ആകെ ഉണ്ടായിരുന്ന ഒരാൾ വിരാട് കോഹ്ലിയായിരുന്നു. ഇന്ത്യയുടെ മുൻനിരയും മധ്യനിരയും പരാജയപ്പെട്ടപ്പോൾ ആ വിരാട് കോഹ്ലിക്ക് കരുത്തേക്ക് 82 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പുമായി നിതീഷ് കുമാർ റെഡ്ഡി വരികയും അയാൾ പോയ ശേഷം പിന്നീടും ആ ഒഴുക്കിനെ നിർത്താനായി ഹർഷദ് വന്ന് കളിച്ചൊരു അത്യുജ്വലമായ കളിയിൽ പോലും ഇന്ത്യയുടെ ഒരറ്റത്ത് നിലകൊണ്ട് ആ 37കാരൻ കാണിച്ച മാജിക്ക് ഇന്നും കാണാതെ പോകുന്നത് ശരിയല്ല. അത്രയേറെ നല്ലൊരു ഇന്നിങ്സ് ഈ 37കാരിൽ നിന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുകയും നമ്മുടെ ക്യാപ്റ്റൻസിയിലെ എല്ലാ ഫോൾട്ടുകളെല്ലാം കണ്ടിട്ടും ഈ ഒരു ക്യാപ്റ്റൻസി കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയും നമ്മുടെ വേൾഡ് റാങ്കിങ്ങിൽ ടെസ്റ്റ് റാങ്കിങ്ങിൽ നമ്മൾ 5ാം സ്ഥാനത്തും ഇനി വൺ ഡേ റാങ്കിൽ നമ്മൾ എത്ര താഴോട്ട് പോകുമെന്ന് അറിയാത്ത കാലത്ത് പോലും ഒരേ ഒരു രാജാവായി തിളങ്ങി നിൽക്കാൻ ആ 37കാരന് കഴിയുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രതിഭ ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള പ്രതിഭയ്ക്ക് ഇന്നത്തെ ദിവസം നമ്മൾ സമർപ്പിച്ചേ മതിയാകും. ആ സെഞ്ചുറിയിലും അയാൾക്ക് ചിരിക്കാൻ കഴിയാതെ പോയത് നമ്മുടെ ഭാരതത്തിലെ ക്രിക്കറ്റിൻ്റെ എങ്ങനെ നശിപ്പിച്ചു എന്നതിനുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. നമ്മുടെ ക്രിക്കറ്റ് ലോബികളുടെ കയ്യിലാണെന്നതും ആ ലോബികൾ നമ്മുടെ ക്രിക്കറ്റിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതും ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.